നമസ്കാരം. വെള്ളി നക്ഷത്രത്തിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. 2026 ജനുവരി 9 നിരവധി ചിത്രങ്ങളാണ് OTT റിലീസ് ചെയ്തിരിക്കുന്നത്. ഇതിൽ എടുത്തു പറയേണ്ട ഒരു ചിത്രമായിരുന്നു നന്ദമൂരി ബാലയ്യ പ്രധാന വേഷത്തിലെത്തിയ അഖണ്ഡ 2. ചിത്രം തിയേറ്ററിൽ വലിയ പരാജയമായിരുന്നു. ഇപ്പോൾ ഇതാ OTT ഇറങ്ങിയതിനു ശേഷം ചിത്രത്തെക്കുറിച്ച് വലിയ ട്രോളുകളും വിമർശനങ്ങളുമാണ് വന്നിരിക്കുന്നത്. നന്ദമൂരി ബാലയ്യ അഭിനയിച്ച 2023 പുറത്തിറങ്ങിയ അഖണ്ഡ എന്ന ചിത്രത്തിന്റെ രണ്ടാം ഭാഗമാണ് അഖണ്ഡ 2 ദ രുദ്രതാണ്ഡവം. ബോയ്പത്തി ശ്രീനുവാണ് ഈ ചിത്രം സംവിധാനം ചെയ്തിരിക്കുന്നത്. മലയാളത്തിൽ നിന്നുള്ള സംയുക്ത മേനോനാണ് ചിത്രത്തിലെ നായികാവേഷം അവതരിപ്പിച്ചിരിക്കുന്നത്. പതിവ് പോലെ തന്നെ ആക്ഷന് വലിയ പ്രാധാന്യം കൊടുത്തിറക്കിയ ഒരു ചിത്രമായിരുന്നു ഇത്. അഖണ്ഡ 2 വലിയൊരു ഹിറ്റ് ആയതും അത് ഏകദേശം 100 കോടി ക്ലബിൽ കയറിയതോടും കൂടി അതിന്റെ ഒരു ബഡ്ജറ്റ് എടുത്തിട്ടാണ് അഖണ്ഡ 2 എന്നൊരു ചിത്രം ചെയ്തിരിക്കുന്നത്. ആക്ഷന് കൂടുതൽ പ്രാധാന്യം നൽകിയ ഈ ഒരു ചിത്രം തിയേറ്ററിൽ വലിയൊരു പരാജയമായിരുന്നു എന്ന് നമ്മൾ ആദ്യമേ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം ഒറ്റയടിക്ക് നായകൻ ഇന്ത്യയിൽ നിന്ന് പാകിസ്ഥാനിലെത്തുന്നതൊക്കെ ബാലയ്യയുടെ സിനിമകളിൽ നമ്മൾ കണ്ടുവരുന്ന ഒരു സ്ഥിരം പരിപാടി തന്നെയാണ്. കൊറോണയ്ക്ക് ശേഷം ബാലയ്യ ഒരുപാട് നല്ല ചിത്രങ്ങൾ സെലക്ട് ചെയ്തിട്ട് അഭിനയിച്ചിട്ടുണ്ടായിരുന്നു. ഭഗവന്ത് കേസരി, ഡാക്കു മഹാരാജാവ് ഒക്കെ എടുത്തു പറയേണ്ട ഒരു ചിത്രമാണ്. കാരണം അത്ര മികച്ചതായിട്ടാണ് ബാലയ്യ ഈ ഒരു ചിത്രം ചെയ്തിട്ടുള്ളത്. അപ്പൊ നമുക്ക് ഇന്ന് അഖണ്ഡ 2വിന്റെ വിശേഷങ്ങളൊന്ന് പങ്കുവയ്ക്കാം. ബോയ്പത്തി ശ്രീനു നന്ദമൂരി ബാലകൃഷ്ണ കൂട്ടുകെട്ടിൽ പുറത്തിറങ്ങിയ അഖണ്ഡ 2 രുദ്രതാണ്ഡവം എന്ന ചിത്രം ഇപ്പോൾ OTT റിലീസ് ചെയ്തിരിക്കുകയാണ്. റിലീസ് ചെയ്തതോടെ ട്രോളുകളുടെ പൂരമാണ് സിനിമ നേരിടുന്നത്. 2023 ഇതേ കൂട്ടുകെട്ടിൽ പുറത്തിറങ്ങിയ അഖണ്ഡ എന്ന ചിത്രത്തിന്റെ രണ്ടാം ഭാഗമാണ് അഖണ്ഡ 2 ദ രുദ്രതാണ്ഡവം. ഒന്നാം ഭാഗം വലിയ ഹിറ്റായിരുന്നു. ഇതിൽ നിന്ന് ലഭിച്ച മുഴുവൻ ഫണ്ട് ഉപയോഗിച്ചായിരുന്നു രണ്ടാം ഭാഗമായ ചിത്രം സംവിധാനം ചെയ്തിരിക്കുന്നത്. ഇതിനു മുൻപ് നന്ദമൂരി ബാലകൃഷ്ണയും ബോയ്പത്തി ശ്രീനുവും ഒന്നിച്ച സിംഹ, ലെജൻഡ്, അഖണ്ഡ എന്നീ ചിത്രങ്ങൾ ബോക്സ് ഓഫീസിൽ വലിയ വിജയമാണ് ഉണ്ടാക്കിയിരുന്നത്. കോവിഡിന് ശേഷം തിയേറ്ററുകളിൽ വലിയ തരംഗം സൃഷ്ടിച്ച അഖണ്ഡയുടെ രണ്ടാം ഭാഗമായി എത്തിയ അഖണ്ഡ 2 ദ രുദ്രതാണ്ഡവം സാമ്പത്തിക പ്രതിസന്ധികൾ കാരണം ഒരാഴ്ച വൈകിയാണ് പുറത്തിറങ്ങിയത്. ആദ്യ ഭാഗത്തിന്റെ നേർ രണ്ടാം ഭാഗം എന്ന രീതിയിൽ തന്നെയാണ് ചിത്രം റിലീസ് ചെയ്തിരിക്കുന്നത്. ഇന്ത്യയെ തകർക്കാൻ ശ്രമിക്കുന്ന ചൈന ആർമിയെ കാണിച്ചുകൊണ്ടാണ് സിനിമ ആരംഭിക്കുന്നത്. ഇവർ ഇന്ത്യയെ തകർക്കാൻ വേണ്ടി വലിയ പദ്ധതികൾ തയ്യാറാക്കുകയും ഒടുവിൽ ഇന്ത്യക്കാരനായിട്ടുള്ള ഒരു വ്യക്തിയെ കൂട്ടുപിടിച്ച് കുംഭമേളയിൽ വൈറസ് കടത്തുകയും ചെയ്യുന്നു. തുടർന്ന് ഇത് തടയാൻ ബാലയ്യയുടെ കൃഷ്ണമുരളി എന്ന കഥാപാത്രത്തിന്റെ മകൾ ഒരു വാക്സിൻ കണ്ടെത്തുന്നു. തുടർന്ന് അവളെ കൊല്ലാൻ വില്ലന്മാർ ശ്രമിക്കുകയും അഖണ്ഡ രുദ്ര സിക്കന്ദർ ഘോര അവളെ രക്ഷിക്കാൻ ശ്രമിക്കുന്നതുമാണ് കഥയുടെ ഇതിവൃത്തം എന്ന് പറയുന്നത്. സത്യം പറഞ്ഞാൽ ഇതൊരു കോമഡി ചിത്രമായിട്ടാണ് എനിക്ക് തോന്നിയിരിക്കുന്നത്. ആദ്യ ഭാഗം സിനിമയാണെങ്കിൽ രണ്ടാം ഭാഗം സീരിയൽ പോലെയാണ് എടുത്തുവെച്ചത് എന്ന് തന്നെ പറയാം. സനാതന ധർമ്മത്തെ സംരക്ഷിക്കുക, ഹിന്ദുമതം വളർത്തുക എന്നതൊക്കെയാണ് ചിത്രം ലക്ഷ്യമിടുന്നത്. ഇതെല്ലാം രസകരവും സത്യവുമാണെങ്കിൽ ആക്ഷൻ രംഗങ്ങൾ പ്രേക്ഷകനെ ഞെട്ടിച്ചു കളഞ്ഞു എന്ന് തന്നെ പറയേണ്ടി വരും. ശൂലം കൊണ്ട് ഹെലികോപ്റ്ററിന്റെ ഫാൻ എടുത്ത് കറക്കുക, ഒരു വലിയ സൈന്യത്തോട് ഒറ്റയ്ക്ക് യുദ്ധം ചെയ്യുക, വെടിയുണ്ടേൽക്കാതെ 1000 പട്ടാളക്കാരെ കൈകൊണ്ട് അടിച്ചു കൊല്ലുക തുടങ്ങി വലിയ വലിയ കോമഡി പരിപാടികൾ തന്നെയാണ് ആക്ഷൻ രംഗങ്ങളിൽ കോർത്ത് വെച്ചിരിക്കുന്നത്. ചുരുക്കി പറഞ്ഞാൽ ഒരു പൊട്ടപ്പടം എന്ന് വിശേഷിപ്പിക്കാവുന്ന സിനിമ തന്നെയാണ് അഖണ്ഡ 2. സിനിമയുടെ പ്രധാന നെഗറ്റീവ് എന്ന് പറയുന്നത് വിരസമായ അഭിനയവും അതിനൊത്ത സംവിധാനവും തന്നെയാണ്. രണ്ടാമത്തെ കാര്യം, വൈകാരികമായി നമ്മൾക്ക് സിനിമയോട് ഒരു ബന്ധവും തോന്നുന്നില്ല എന്നതാണ്. ആദ്യ ഭാഗത്തെ എടുത്തു നോക്കുകയാണെങ്കിൽ അതിൻ്റെ അകത്ത് കൃത്യമായ ഒരു ഫാമിലി ബാക്ക്ഗ്രൗണ്ടും എങ്ങനെയാണ് അഖണ്ഡ ആ ഒരു കഥാപാത്രമായി അതിലേക്ക് എത്തുന്നതെന്നും സിനിമ എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നതെന്നും സിനിമയിലേക്ക് നമ്മൾ പ്രേക്ഷകനെ പിടിച്ചിരുത്തതുമായ പല കാര്യങ്ങളും ഒന്നാം ഭാഗത്തിലുണ്ടായിരുന്നു. എന്നാൽ രണ്ടാം ഭാഗത്തിൽ അത്തരത്തിൽ ഫാമിലി രംഗങ്ങളോ സെന്റിമെന്റ്സ് രംഗങ്ങളോ അല്ലെങ്കിൽ എങ്ങനെയാണ് കഥ മുന്നോട്ട് പോകുന്നത് എന്നൊന്നും എടുത്തു പറയുന്നില്ല. കുറെ ആക്ഷൻ രംഗങ്ങൾ കാണിക്കുന്നു, അത് കഴിഞ്ഞ് കുറച്ച് പാട്ടുകൾ വെക്കുന്നു. അങ്ങനെയാണ് സിനിമ മുന്നോട്ട് പോകുന്നത്. മൂന്നാമത്തെ കാര്യം, യുക്തിയില്ലാത്ത ആക്ഷൻ രംഗങ്ങൾ തന്നെയാണ്. നമ്മൾ മുമ്പേ പറഞ്ഞതുപോലെ തന്നെ വെടിയുണ്ടകൾക്ക് മുമ്പിൽ വിരിമാറ് കാണിച്ചു കൊടുക്കുന്ന നായകൻ അദ്ദേഹത്തെ കണ്ട് വെടിയുണ്ടകൾ തിരിഞ്ഞു പോകുന്നു. അതൊക്കെ തന്നെയാണ് സിനിമയുടെ ആക്ഷൻ രംഗങ്ങളും കാണിച്ചിരിക്കുന്നത്. മറ്റൊരു പ്രധാന കാര്യം എന്ന് പറയുന്നത് അരോചകരമായ പശ്ചാത്തല സംഗീതമാണ്. ഒന്നാമത്തെ ഭാഗത്തിൽ വളരെ വൃത്തിയുള്ള വളരെ നല്ല രീതിയിൽ ചെയ്തു വെച്ച പശ്ചാത്തല സംഗീതം രണ്ടാം ഭാഗത്തിലെത്തിയപ്പോൾ വളരെ മോശമാക്കി മാറ്റി എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കുന്നതാണ്. ബാലയ്യയുടെ ഇൻട്രൊഡക്ഷനും അതുപോലെയുള്ള കാര്യങ്ങളിലൊക്കെ ചെയ്തു വെച്ച BGM കാര്യങ്ങളൊക്കെ തന്നെ മോശമായിരുന്നു.
അഞ്ചാമത്തെ കാര്യം എന്ന് പറയുന്നത് കഥാപാത്രങ്ങളുടെ തെറ്റായ തിരഞ്ഞെടുപ്പ് തന്നെയായിരുന്നു. നന്ദമൂരി ബാലകൃഷ്ണ ഒരു മികച്ച തിരഞ്ഞെടുപ്പ് തന്നെയായിരുന്നെങ്കിലും മറ്റു കഥാപാത്രങ്ങളൊക്കെ ഒന്നാം ഭാഗത്തെ അപേക്ഷിച്ച് പുതിയ കുറെ കഥാപാത്രങ്ങൾ രണ്ടാം ഭാഗത്തിൽ വരുന്നുണ്ട്. ഇവരൊക്കെ തന്നെ സിനിമയ്ക്ക് യോജ്യമല്ലാത്ത കഥാപാത്രങ്ങളായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതിലൊന്ന് നന്ദമൂരി ബാലകൃഷ്ണയുടെ മകളായിട്ട് അഭിനയിച്ച കുട്ടി. ആ കുട്ടിയൊക്കെ ഒരു ഒരു സിനിമയിൽ എങ്ങനെയാണോ അഭിനയിക്കേണ്ടതെന്ന് പോലും കുട്ടിക്ക് അറിയില്ല. ഒരു പാവക്കുട്ടിയെ കൊണ്ടുവച്ച് അതിനെ എന്തൊക്കെയോ ചെയ്ത് വെച്ച രീതിയിലാണ് ആ കുട്ടിയുടെ അഭിനയം. മുഖത്ത് എക്സ്പ്രഷനോ കാര്യങ്ങളോ വരുന്നില്ല. ഒരു സയന്റിസ്റ്റ് ആണ്, ഇന്ത്യൻ ആർമിയെ സംരക്ഷിക്കുന്ന ഒരു സയന്റിസ്റ്റ് ആണ്. അപ്പോൾ അങ്ങനത്തെ ഒരു ക്യാരക്ടറൊക്കെ ചെയ്യുന്ന സമയത്ത് കുറച്ചും കൂടെ മികച്ചൊരു കഥാപാത്രത്തിന് അതിൽ ഉൾപ്പെടുത്താമായിരുന്നു. പിന്നീട് അതിൽ നായികയായിട്ട് എത്തിയിരിക്കുന്നത് സംയുക്ത മേനോൻ എന്ന് പറയുന്ന മലയാള നായികയാണ്. അവര് അവരെക്കുറിച്ച് പറയുകയാണെങ്കിൽ മോശമാണ്. ഈ സിനിമയിലെ ഏറ്റവും മോശം കഥാപാത്രം അവരാണ്. അഭിനയിക്കാണോ അവരെന്താ ചെയ്യുന്നതെന്ന് അവരെ മുഖത്തെ എക്സ്പ്രഷൻ വെച്ച് പോലും നമുക്ക് കണ്ടെത്താൻ പറ്റുന്നില്ല. അത്രയ്ക്ക് മോശം അഭിനയമായിരുന്നു അവര്. പിന്നെ സിനിമയിലെ വില്ലന്മാരായി കഴിഞ്ഞാലും മറ്റ് പ്രധാന കഥാപാത്രങ്ങളായി കഴിഞ്ഞാലും ഒക്കെ വളരെ മോശമായിട്ടുള്ള ഒരു അഭിനയം തന്നെയാണ് സിനിമയിൽ അവര് കാഴ്ചവെച്ചിരിക്കുന്നതെന്ന് എടുത്തു പറയേണ്ടിയിരിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. ആദ്യ പകുതി ഒരുവിധം കണ്ടിരിക്കാവുന്നതാണെങ്കിലും രണ്ടാം പകുതിയിൽ സിനിമ പാളം തെറ്റുന്നു. ചൈനീസ് സൈന്യം, വൈറസ് തുടങ്ങിയ കാര്യങ്ങൾ അവതരിപ്പിച്ചിരിക്കുന്നത് പരിഹാസ്യമായ രീതിയിലാണ്. അഖണ്ഡ എന്ന ബ്രാൻഡിന്റെ പേരിൽ പണം സമ്പാദിക്കുക എന്നുള്ള ഒരൊറ്റ ശ്രമം കൊണ്ട് മാത്രം ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരു സിനിമയാണെന്ന് ഇത് കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും. പിന്നെ പല സ്ഥലത്ത് ഉപയോഗിച്ചിരിക്കുന്ന ഡയലോഗുകളൊക്കെ കോമഡി നിറഞ്ഞ ഡയലോഗുകളാണ്. ചുരുക്കി പറഞ്ഞാൽ നമുക്ക് എന്താ പറയാ, ഒരു തവണ പോലും കണ്ടിരിക്കാൻ പറ്റാത്ത ഒരു മോശം സിനിമ തന്നെയാണ് അഖണ്ഡ 2.